ധനുഷേ, തൗഫീഖ് അസ്ലം മീഡിയ വണ്ണിൻ്റെ മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം ഇന്നലെ ഒരു വിവാദത്തിൽപ്പെട്ടു. ഈ ബജറ്റിനെ കുറിച്ച് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നു. സുരേഷ് ഗോപി അതിന് മറുപടി പറഞ്ഞ് പോകുന്ന വഴിക്ക് അദ്ദേഹം പുറകിൽ നിന്ന് ഒരു ആക്ഷൻ കാണിക്കുന്നു. എന്തായിരുന്നു ആക്ഷൻ? അദ്ദേഹത്തെ കളിയാക്കുന്നു, അദ്ദേഹത്തെ കുത്തുന്ന ആക്ഷൻ. കുത്തുന്നതായിരുന്നല്ല, അദ്ദേഹത്തിന് നേരെ കൈ ഓങ്ങുന്ന പോലെ ഒരു ആക്ഷൻ. ഇന്ന് ഞാൻ എവിടെയോ വായിച്ച അദ്ദേഹത്തെ കുത്തുന്ന തരത്തിലുള്ള കുത്തുന്നതല്ല, കൈ ഓങ്ങുന്ന പല്ലിറുമ്പൊക്കെ ചെയ്യുന്ന ആക്ഷനാണ് കാണിച്ചത്. അല്ല, ഈ മീഡിയ വണ്ണിലെ ഈ റിപ്പോർട്ടർമാർക്കിടയിൽ പോലും സുരേഷ് ഗോപിക്കെതിരെ എന്തോരം ഹേറ്റഡാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പച്ചയായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ഇന്നലെ അവിടെ കണ്ടത്. ഇതിൽ നിന്ന് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, സുരേഷ് ഗോപിയുടെ സെക്യൂരിറ്റി കൂട്ടണം എന്നുള്ളൊരു കാര്യം. ഇന്നലെ വന്ന ട്രോളുകളിൽ ഒരെണ്ണം എന്തായിരുന്നു എന്ന് ജോണേട്ടൻ അറിയാമോ? ഇന്നലെ സുരേഷ് ഗോപിയുടെ ഈ വിഷയം വന്ന ശേഷം ട്രോളുകൾ പറഞ്ഞ് അവൻ അത്രയല്ലേ കാണിച്ചുള്ളൂ, അവൻ പൊട്ടിത്തെറിച്ചില്ലല്ലോ എന്നായിരുന്നു ട്രോളുകൾ. എല്ലാ ആൾക്കാരും ട്രോളുകളായിരുന്നു. അത്രയല്ലേ കാണിച്ചുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. അത് ആ ചാനൽ നടപടി എടുക്കേണ്ട ഒരു വിഷയമാണ്. ആ ചാനൽ അതിൽ നടപടി എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആ ചാനലിന്റെ പ്രഖ്യാപിത നിലപാട് തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ഏത് രീതിയിലും തകർക്കുക എന്നുള്ളതാണ്, അല്ലേ? സുരേഷ് ഗോപിക്കെതിരെ നിരന്തരം വാർത്തകൾ കൊടുത്ത് സുരേഷ് ഗോപിയെ തകർക്കുക. നമുക്കറിയാം, ആ ചാനലിൽ തന്നെ ഒരു യുവതി സുരേഷ് ഗോപി തന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. ആ യുവതി സുരേഷ് ഗോപി തന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുമ്പോഴും ഇവർക്ക് സാമാന്യമായിട്ടുള്ള ഒരു ബോധമില്ല എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. കാരണം സുരേഷ് ഗോപി കയറി പിടിച്ചു എന്ന് പറയുമ്പോഴും ഇത് ജനങ്ങൾ മുഴുവൻ കണ്ട ഒരു വിഷയമാണ്. ലൈറ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി ആ പെൺകുട്ടിയുടെ തോളത്ത് കൈവയ്ക്കുന്നു. തോളത്ത് കൈവച്ചിട്ട് ആ സുരേഷ് ഗോപി അവരെ തള്ളി മാറ്റുന്നു. അതാണ് വിഷയം. അതിനുശേഷം ആ പെൺകുട്ടി, അതായത് ഈ യുവതി പരാതി കൊടുത്തു കഴിഞ്ഞ ശേഷം ഈ യുവതിയും സുരേഷ് ഗോപിയുമായിട്ട് വളരെ നല്ല ബന്ധമാണ്. കാരണം മാധ്യമ പ്രവർത്തകരാണ്. ഞാനും സുരേഷ് ഗോപിയുമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ സുരേഷ് ഗോപിയെ വിളിക്കും. സുരേഷ് ഗോപിയെ, കാരണം നമുക്കറിയാം, നമുക്കൊരു സോഴ്സ് ആണ് എല്ലാവരും എന്ന് പറയുന്നത്. ജോണേട്ടൻ ഇപ്പോൾ വലിയൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ ജോണേട്ടനുമായിട്ട് എത്രത്തോളം അടുക്കാൻ പറ്റുമോ അത്രത്തോളം അടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെയുള്ള സകല മാധ്യമ പ്രവർത്തകരും ചെയ്യുന്ന അതാണ്. കാരണം സ്വാർത്ഥ ലാഭവും ഉണ്ട് അതിനകത്ത്, സ്വാർത്ഥ ലാഭമുണ്ട്. കാരണം എനിക്ക് പിണറായി വിജയനുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്നത് എനിക്ക് ക്രെഡിറ്റ് അല്ലേ? എന്നെ പോലീസ് വല്ലതും വഴിയിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുഖ്യനുമായിട്ട് ആഭ്യന്തരമന്ത്രിയെ ഞാൻ വിളിക്കണോ ഇപ്പോൾ എന്ന് ചോദിക്കാം. ഗണേഷ് കുമാറിനെ ഇപ്പൊ വിളിക്കണോ എന്ന് എനിക്ക് ചോദിക്കാനുള്ള, ഗണേഷ് കുമാറുമായിട്ട് വിളിച്ചാൽ ഗണേഷ് കുമാർ ഫോൺ എടുക്കും. അപ്പൊ അത്തരത്തിൽ അതൊരു സോഴ്സ് ആണ്. ആ ബന്ധം ഗണേഷ് കുമാറോ പിണറായി വിജയനോ സുരേഷ് ഗോപിയോ മന്ത്രിമാരാകുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ല. നമ്മൾ മാധ്യമപ്രവർത്തകരായി ഇവരെ പരിചയപ്പെട്ട് പിന്നെ ഇവരുമായിട്ട് സംസാരിച്ച് ഇവർ നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയുന്ന രീതിയിലെത്തി അതിനുശേഷം ഇവർ നമ്മുടെ നമ്പർ മൊബൈലിൽ സേവ് ചെയ്ത്, എല്ലാ മാധ്യമപ്രവർത്തകരുടെ ഒരു ടെക്നിക്ക് അതാണ്. എൻ്റെ അത് തന്നെയാണ്. കാരണം ഞാനൊരു ആളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ അവരെ കൊണ്ട് സേവ് ചെയ്യിപ്പിക്കും മൊബൈലിൽ. അവരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരിക്കും, സേവ് ചെയ്യും. അടുത്ത തവണ ഞാൻ വിളിക്കുമ്പോൾ ഇവർ നോക്കുമ്പോൾ ധനുഷ് ഫോൺ, അപ്പോൾ അവർക്ക് ഓർമ്മ വരും. മനസ്സിലായില്ലേ? അതാണ് ഒരു വഴി എന്ന് പറയുന്നത്. അങ്ങനെ പല ആൾക്കാരെയും ബോധപൂർവം നമ്മുടെ സോഴ്സാക്കി നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഒരു സുഹൃത്ത് ബന്ധം കൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. പല മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ ചേട്ടൻ കാണുന്നുണ്ടല്ലോ, പല ആൾക്കാരും ചാനൽ ചർച്ചകളിൽ ഇരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആങ്കറെയൊക്കെ വെല്ലുവിളിക്കുന്നത്. ബേസിക്കലി ഇവരൊക്കെ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. ഇപ്പൊ ഹഷ്മി താജ് ഇബ്രാഹിം വലിയ രീതിയിൽ അപ്പുറത്തിരുന്നുകൊണ്ട് CPM ഒരു പ്രതിനിധിയുമായിട്ട് വലിയ രീതിയിൽ കൊമ്പ് കോർക്കുന്നുണ്ടെങ്കിൽ ഇടവേളയ്ക്ക് ശേഷം അവർ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ചേട്ടന്? ഇടവേളയ്ക്ക് ശേഷം അവർ സംസാരിക്കുന്നത് അതങ്ങനെ പറഞ്ഞു ശരിയായില്ല കേട്ടോ, അത് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അല്ല, ആ വിഷയം ഇടവേള എങ്ങനെ, അപ്പോഴായിരിക്കും അവിടെ നിന്ന് PCR, അതായത് പ്രൊഡക്ഷൻ കൺട്രോളറിൽ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ ക്യൂ പറയുന്നത്. അതായത് 5 4 3 2 1 നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ അതാ കയറി എന്ന് പറഞ്ഞിട്ട് തുടർന്നോളൂ എന്ന് പറഞ്ഞാൽ അവർ തുടരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമാണ്. ആ ബന്ധം തന്നെ ആയിരുന്നു ഇവരും സുരേഷ് ഗോപിയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മീഡിയ വണ്ണിന്റെ നിലപാട് എന്തായിരുന്നു? മീഡിയ വണ്ണിന്റെ നിലപാട് സുരേഷ് ഗോപിയെ തകർക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. അവരും അതിന് കൂട്ടുനിന്നു. അങ്ങനെ കേസായി. സുരേഷ് ഗോപിക്കെതിരെ കേസ് വന്നു. അതിനിടയിൽ ഇവർ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നു. സുരേഷ് ഗോപി ജയിച്ചു മന്ത്രിയായി. അതവർ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. സുനിലേട്ടൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് മീഡിയ വണ്ണിലെ അവിടെ ഇന്ന് അടുപ്പ് കൂട്ടി ചർച്ചയിലെ പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി ജയിച്ചു. അതിനുശേഷം മീഡിയ വണ്ണിന് സുരേഷ് ഗോപിയെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്കായി. അപ്പോഴാണ് ഇതുപോലെയുള്ള തൗഫീഖ് അസ്ലത്തെ പോലെയുള്ള ആങ്കർമാരെ കൊണ്ട് ഓരോരോ ചേഷ്ടകൾ, അത് അയാൾ കാണിച്ചത് മനഃപൂർവ്വമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 100% പിന്നെ ഒരിക്കൽ മാപ്പ് പറഞ്ഞാലും ചേട്ടാ, ഈ മീഡിയ വണ്ണിന്റെ ഒരു ഗുണം ചേട്ടൻ അറിയാമോ?
മീഡിയ വണ്ണിനെ ഒരിക്കൽ എതിർത്ത് പറഞ്ഞവൻ പിന്നീട് മീഡിയ വണ്ണിനോട് അടുത്ത് നിന്നാലും അവനെ സംശയദൃഷ്ടിയോടെ ആയിരിക്കും മീഡിയ വണ്ണ് കാണുന്നത്. ഇവർക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുള്ളൊരു ചാനലാണ് മീഡിയ വൺ എന്ന് പറയുന്നത്. ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഹൈന്ദവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, ദളിതർ വേറെയാണ്, സവർണ ഹിന്ദുക്കൾ വേറെയാണ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ്. അപ്പോൾ മീഡിയ വണ്ണിൽ പോകുന്ന, ഇപ്പോൾ ചേട്ടൻ മീഡിയ വണ്ണിലേക്ക് ആദ്യം കയറി ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്ന അവർക്ക് വേണ്ട വാർത്ത എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മുസ്ലിം കണ്ടന്റ് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ദളിത് കണ്ടന്റുകളാണ് എന്നിവർ പറയും. അങ്ങനെ പറയും. മീഡിയ വൺ അങ്ങനെ പറയുന്ന ഒരു ചാനലാണ്. അങ്ങനെ കൊണ്ടുവരുന്നത് ആ ചാനൽ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ഏത് മണ്ടനെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളത്. അങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ പോകുന്ന ഒരു ചാനലാണത്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ. ചേട്ടൻ ഒരു കാര്യം ആലോചിക്കുക, ഈ പറയുന്ന നമ്മൾ മാധ്യമ പ്രവർത്തകരായിട്ട് ഒരാളുടെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ, ഇപ്പോൾ മുഖ്യമന്ത്രിയാകട്ടെ, ആഭ്യന്തരമന്ത്രിയാകട്ടെ, അല്ലെങ്കിൽ സുരേഷ് ഗോപി പോലുള്ള കേന്ദ്രമന്ത്രിമാരാകട്ടെ, അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് യാതൊരു പരിശോധനയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിക്ക് നേരെ കൈയോങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ സുരേഷ് ഗോപിയെ ഇയാൾ എന്ത് ചെയ്യില്ല എന്ന് നമുക്ക് എന്തോ ഒരു ഉറപ്പുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് എന്ത് വേണം? ഒരു സെക്യൂരിറ്റി ചെക്ക് വേണ്ട, അത്യന്താപേക്ഷിതമല്ല. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന് എന്ത് പറയും? മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ന് പറയും. പക്ഷേ ഈ തൗഫീഖ് അസ്ലം എന്ന് പറയുന്ന ഈ മുട്ടയെന്ന് വിരിയാത്ത ഈ ചെറുക്കന്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ള മാധ്യമപ്രവർത്തകർ എല്ലാവരും. അതേസമയം ചേട്ടൻ ഒരു കാര്യം ഇതേ സംഭവം തിരിച്ചാലോചിച്ച് നോക്കിയേ. ഈ തൗഫീഖ് അസ്ലത്തിന് നേരെയാണ് സുരേഷ് ഗോപി അങ്ങനെ കാണിക്കില്ല എങ്കിലും ഒരു സൗഹൃദം എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി കവളത്തൊന്ന് തൊടുകയോ അല്ലെങ്കിൽ ഇടിക്കാനുള്ള ഒരു ആക്ഷനോ അങ്ങോട്ട് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നാളത്തെ അടുപ്പ് കൂട്ടി ചർച്ച എന്തായിരിക്കും? പ്രധാനമന്ത്രിയുടെ ഹുങ്കിലോ ആക്രമണം സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇവർ അടുപ്പ് കൂട്ടി ചർച്ച അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. ഇനി മീഡിയ വൺ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ അവിടെ ഇരിക്കുന്ന, അതായത് ഡെസ്കിൽ ഇരിക്കുന്ന കൊഞ്ഞാണന്മാർക്ക് ഇതുപോലെയുള്ള പ്രോഡക്റ്റുകളെ ഇറക്കി വിടുന്നെങ്കിൽ നിങ്ങൾ ഇറക്കി വിട്ടോ. പക്ഷെ അത് നിങ്ങൾ ഡെസ്കിനകത്ത് ഇറക്കി വിട്ടാൽ മതി. അല്ലാതെ നിങ്ങൾ കേന്ദ്രമന്ത്രിയുടെ അടുത്ത് ഇറക്കി വിടണ്ട എന്നുള്ളത്. അവിടെ ഇരിക്കുന്നത് ആരൊക്കെയാണ്? അവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ആരൊക്കെയാണ്? അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സ്റ്റഡി ചെയ്യൂ. മീഡിയ വണ്ണിൽ ഇരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പാലക്കാടേക്ക് അയാൾക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അയാൾ കാണുന്നുണ്ടെങ്കിൽ അയാൾ നെഞ്ചൊന്ന് കിടുങ്ങും. ഇവൻ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് അയാൾക്ക് തോന്നും. പാലക്കാട് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. പാലക്കാട് ട്രാൻസ്ഫർ കിട്ടിയത് എന്തിനാണ്? നാറ്റക്കേസാണ്, പറയാൻ കൊള്ളില്ല, അതുകൊണ്ട് പറയുന്നില്ല. നാറ്റക്കേസാണ്, പറയാൻ കൊള്ളത്തില്ല. അങ്ങനെ മീഡിയ വണ്ണിനെ നമുക്ക് മാറ്റി നിർത്താം. ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനുണ്ട് നമ്മുടെ കേരളത്തിൽ. ആ പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ പ്രധാനപ്പെട്ട പണി എന്താണെന്ന് അറിയാമോ? മറൈൻ ഡ്രൈവിൽ വൈകുന്നേരം ആകുമ്പോൾ വണ്ടി കൊണ്ടിടും. ആ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ നമ്മുടെ മാധ്യമ മുത്തശ്ശി എന്ന് പറയുന്ന ആ ഒരു മാധ്യമത്തിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ വലിയൊരു സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുകയാണ്. ആ തലപ്പത്തിരിക്കുന്ന ആളുടെ പ്രധാനപ്പെട്ട പണിയാണ്, പണ്ട് ഒരു തമിഴൻ ചെക്കനെ കയറി പിടിച്ചതിന്റെ പേരിൽ, ചെക്കനെയാണ്, പെണ്ണിനെ അല്ല, ചെക്കനെയാണ്, പെണ്ണുങ്ങളെയും കയറി പിടിക്കാൻ പാടില്ല, അപ്പോഴാണ് ചെക്കനെ കയറി പിടിച്ചിരിക്കുന്നത്. ചെക്കനെ കയറി പിടിച്ചിരിക്കുന്ന നാട്ടുകാർ കൈവച്ച് അടിച്ചാലവനെ തിരിച്ചു കളഞ്ഞു. അങ്ങനെയാണ് അയാൾ നടക്കുന്നത്. ഒരു അക്ഷരമുണ്ടില്ലല്ലോ. വിനു വി ജോൺ അയാൾക്ക് പരസ്യമായിട്ട് ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു കേസ് കൊടുക്കാത്തണ്ട, ഒരു ഡിഫമേഷൻ ഒരു കേസ് കൊടുക്കാത്തണ്ട. കൂടുതൽ സംഭവങ്ങൾ ചെകഞ്ഞു പോകണ്ട എന്നുള്ളത് കൊണ്ടാണ്, മനസ്സിലായല്ലേ? അങ്ങനെയുള്ള ആൾക്കാർ ഇരിക്കുന്ന മാധ്യമങ്ങളിൽ ഇരിക്കുന്ന, അതായത് മീഡിയ ഫീൽഡിലുള്ള ഈ സമയത്ത് അയാളിൽ ഒരാളായി മാറരുത്. ഈ തുടക്കക്കാരനാണ് പുള്ളി, ഈ തൗഫീഖ് അസ്ലം എന്ന് പറയുന്ന വ്യക്തി. നേരത്തെ നമുക്കറിയാലോ ആരായിരുന്നു? റിപ്പോർട്ടറായിരുന്നു, 24 ആയിരുന്നു, സൂര്യ സുജി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക. സുരേഷ് ഗോപിക്ക് നേരെ കൊമ്പ് ഓർക്കാൻ പോയി നമ്മൾ കണ്ടാണല്ലോ. സൂര്യ സുജി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക ഈ സുരേഷ് ഗോപിയെ പിന്നീട് സുരേഷ് ഗോപി ഈ പെണ്ണിന്റെ വിഷയം വന്ന ശേഷം നോ ബോഡി ടച്ചിങ് എന്ന് പറഞ്ഞ് പോവാൻ, കാരണം എനിക്ക് കോടതി കയറാൻ വയ്യെന്നാണ് സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇയാൾ എന്താണ് അങ്ങനെ പറയുന്നത്? സൂര്യ സുജി എന്ന് പറയുന്ന മാധ്യമ റിപ്പോർട്ടറിൽ എന്താണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ കാണിച്ച അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണിനെ ആരും സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് ഈ സൂര്യ സുജി അവിടെ നിന്ന് വാദിക്കുന്ന സൂര്യ സുജിയാണ് കണ്ടത്. അപ്പുറത്ത് നിന്ന് കരയുകയായിരുന്നു സൂര്യ സുജി. എന്നിട്ട് വലിയ കാര്യത്തിൽ വിപ്ലവ സിംഹമാണല്ലോ, വിളിച്ചിട്ട് നേരെ ഡെസ്കിലോട്ട് പരാതി പറഞ്ഞു. ഡെസ്കിലിരിക്കുന്ന ആൾക്കാർ മൊത്തം ഇവരെ അങ്ങോട്ട് ഫയർ ചെയ്തു. എന്നിട്ട് ഇവരെ എന്ത് ചെയ്തു? തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലോട്ട് ട്രാൻസ്ഫർ അടിച്ചു. കൊച്ചിയിൽ ട്രാൻസ്ഫർ അടിച്ച ശേഷം, കൊച്ചിയിൽ വന്ന ശേഷം കൊച്ചിയിൽ അടിമ പണിയായിരുന്നു ഡെസ്കിൽ. കാരണം 23-24 വയസ്സേ ഉള്ളൂ. ഡെസ്കിൽ പണിയെടുത്ത് തുടങ്ങേണ്ട പ്രായം. അപ്പോഴാണ് വിട്ടത്. കാരണം പക്വതയില്ലാത്തത് മാത്രമല്ല, നമ്മളൊരു അങ്ങോട്ടേക്ക് പോകുന്നത് നമുക്ക് ജീവിക്കാനാണ്. ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ സുരേഷ് ഗോപിക്ക് നിങ്ങളെ ബൈറ്റ് വയ്ക്കണ്ട. പുള്ളിക്കാരന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, നാട്ടുകാർ മൊത്തം അറിഞ്ഞോളൂ. അപ്പൊ നിങ്ങൾക്കാണ് ആവശ്യം സുരേഷ് ഗോപിയുടെ ആവശ്യം, സുരേഷ് ഗോപിക്കല്ല നിങ്ങളുടെ ആവശ്യം. അപ്പോൾ ഇവര് സുരേഷ് ഗോപിയോട് അങ്ങനെ പറയുമ്പോൾ അതിന്റെ നാണക്കേട് ചാനലിന് മാത്രമല്ല, നാളെ സുരേഷ് ഗോപി ഈ ചാനലിനെ ബഹിഷ്കരിച്ച് അവരെന്ത് ചെയ്യും? സുരേഷ് ഗോപി പേഴ്സണലി വിളിച്ച് ഇവർ മാപ്പ് പറഞ്ഞു, ഇവരെ ഡെസ്കിലോട്ട് അടിച്ചു. ഇവരെ കൂടെ നിൽക്കുന്ന ക്യാമറാമാൻ പോലും ഇവരെ എന്ത് ചെയ്തില്ല? സപ്പോർട്ട് ചെയ്തില്ല. പോരാത്ത ഇവർ സൈഡിൽ നിന്ന് കരയുകയായിരുന്നു. കരയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? കൂടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ എൻ്റെ ഈ വിപ്ലവ പ്രവൃത്തി അംഗീകരിച്ച് എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മാറി നിന്നില്ല എന്ന് പറഞ്ഞാണ് അവർ സൈഡിൽ നിന്ന് കരയുന്നത്. അവരെങ്ങനെ മാറി നിൽക്കും? അവര് തൊഴിലെടുക്കാമെന്നാൽ തൊഴിലെടുത്തിട്ട് പോകണം. അല്ലാതെ സുരേഷ് ഗോപിയെ മേലെ കുതിര കയറാൻ പോയാൽ അവരെന്ത് ചെയ്യും?
മനസ്സിലായില്ലേ? അവർ കൃത്യമായിട്ട് ഇവരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇനി ബൈറ്റ് തരില്ല സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ തൗഫീഖ് അസ്ലമിന്റെ വിഷയം, അങ്ങനെ ഈ മാധ്യമ പ്രവർത്തകയെ റിപ്പോർട്ടറിൽ പോയപ്പോഴും മെച്യൂരിറ്റി കുറവാണ്, മനസ്സിലായില്ലേ? ആ റിപ്പോർട്ടറിൽ പോയപ്പോഴും ഈ മാധ്യമ പ്രവർത്തക ചെയ്ത് അവിടെയുള്ള നമ്മുടെ അരുൺകുമാർ ഇവരെ അധിക്ഷേപിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ആന്റണിക്കെതിരെയൊക്കെ വലിയൊരു മുട്ടക്കാട്ടം പോസ്റ്റ് ഇട്ടിട്ട് പുറത്തിറങ്ങി. പിന്നെ ഞാൻ ഈ സ്ത്രീയെ കാണുന്നത് ഒരു കോൺക്ലേവ് പോലൊരു സംഭവത്തിലാണ്. ഈ വിപ്ലവ സിംഹമായിട്ടുള്ള സ്ത്രീകൾ ഒരുമിച്ചിരിക്കുന്ന ഒരു 23-24 വയസ്സേ ഉള്ളൂ, ഒരുമിച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് ഇവർ മീഡിയ വണ്ണിലേക്ക് ചേക്കേറുമെന്ന് വിചാരിച്ചു. അവർ ചേക്കേറിയില്ല. അവർ പിന്നീട് ഇപ്പോൾ വേറെ ഏതോ ചാനലിൽ പണിയെടുത്ത് പോവുകയാണ്. ഇപ്പോൾ വലിയ വിവരമൊന്നുമില്ല, അങ്ങനെ പോവുകയാണ്. അത് മെച്യൂരിറ്റി കുറവാണ്. അതേ മെച്യൂരിറ്റി കുറവ് ഈ പുള്ളിക്കാരൻ കാണിക്കരുത്. മനസ്സിൽ എന്താണ് തൗഫീഖ് അസ്ലം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സുരേഷ് ഗോപിയുടെ എന്തെങ്കിലും ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് പുറമേ കാണിക്കാൻ പാടില്ല. അതൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കണം. പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കണം, മനസ്സിലായില്ലേ? പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ നിരോധിച്ചു. ഇനി പുറമേ ഇത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറച്ചി വെട്ടുകാരനായിട്ട് എന്നെ ഈ വീട്ടിൽ വന്ന് നിൽക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് മനസ്സിൽ പല ഗ്രഡ്ജും ഉണ്ട്. പക്ഷേ എൻ്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് പുള്ളിക്കെതിരെ നടപടിയെടുത്ത് ഈ സ്ഥാപനം പുള്ളിയെ പുറത്താക്കണമെന്നാണ്. അങ്ങനെ ചെയ്യണം. കാരണം ഒരിക്കലും ഒരു മാധ്യമ പ്രവർത്തകന്റെ കയ്യിൽ നിന്നും വരാൻ പാടില്ലാത്ത ഒരു ആക്ഷനാണ്. പ്രൊഫഷണലി അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ വരാൻ പാടില്ലാത്ത ഒരു ആക്ഷനാണ് പുള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാധ്യമ മേഖലയിൽ ഞാൻ പറഞ്ഞ ഒരുപാട് പുഴുക്കുത്തുകളുണ്ട്. അതിലൊരു പുഴുക്കുത്താവാൻ തുടക്കക്കാരനാണ്. പുഴുക്കുത്താവാൻ നിൽക്കരുത്. അല്ലെങ്കിൽ എന്താവണം, സ്വന്തമായിട്ടുള്ള വല്ല സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അങ്ങനെ ഒരു പുഴുക്കുത്താവാൻ നിൽക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജീവിതം കോഞ്ഞാട്ടയായി പോകുന്നു മാത്രമേ. പിന്നീട് സപ്പോർട്ട് ചെയ്യാൻ 100 ആൾക്കാർ കാണും. കയറി അടിയിടാന്ന് പറയും. നമ്മുടെ യുക്രൈനും റഷ്യയും അടി തുടങ്ങിയപ്പം യുക്രൈൻ അമേരിക്ക സപ്പോർട്ട് കൊടുത്തതുപോലെ. എന്നിട്ട് യുക്രൈൻ അടി തുടങ്ങിയപ്പോൾ അമേരിക്കയുടെ അടുത്ത് പോയപ്പോൾ അമേരിക്ക പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ പറയും, നീ അനുഭവിച്ചു എന്ന് പറയും. അതുപോലെ അങ്ങനെ ഈ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ തൊഴിലിൽ നമ്മൾ കൊണ്ടുവരുന്നത്. നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യത്തിൽ പോലും എനിക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് ജോണേട്ടൻ അറിയാം, എനിക്ക് അറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അറിയാം. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. പക്ഷേ സുരേഷ് ഗോപിയെ ഇങ്ങനെ കാണിച്ച ഒരു പയ്യനെ എനിക്ക് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കൂ? ഞാൻ പറയുകയാണ് അയാൾ കാണിച്ചത് നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്, സുരേഷ് ഗോപിക്ക് അങ്ങനെ തന്നെ വേണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയല്ല, അത് അങ്ങനെയാണ്, ശരിയല്ല, അത് ന്യായീകരിക്കാൻ പറ്റില്ല. അതിന്റെ പേരിൽ എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല എന്നേ പറയും. അപ്പോൾ ശരി.